ചലച്ചിത്ര താരം ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന്റെ പുറകെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടു മുമ്പ് ഒരാളെ അറസ്റ്റ് ചെയ്തു. 60 വയസ്സുള്ള ഒരാളെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല വകുപ്പുകളൊക്കെ ഉണ്ട്. ഇതുപോലെ കുറേ സ്ക്രീൻഷോട്ടുകൾ അവർ പരാതിയായി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. നടപടികൾ ഉണ്ടാവണം. ഇന്ത്യൻ ശിക്ഷാ നിയമം ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്, അഭിമാനത്തിന് എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവായി മാറണം അത്. പക്ഷേ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹണി റോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ശ്രമിച്ചതിന് ശേഷം ഒരു പ്രമുഖ മാധ്യമത്തിൽ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഞെട്ടൽ തോന്നി. അതായത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഹണി റോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എൻ്റെ പൊന്നു മാറുമേ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഞെട്ടല്ലേ? നമ്മളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോകുന്നു, അവരുടെ ശരീരത്തെ അശ്ലീല ചുവയോടുകൂടി വർണ്ണിക്കുന്നു. അതിനുശേഷം അവർ ഭാഗമായിട്ടുള്ള മറ്റ് ഇനോഗ്രേഷൻ പരിപാടികൾക്ക് പോകുക, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെക്കുറിച്ച് അശ്ലീല കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അവരുടെ മാത്രമല്ല, പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ, സ്ത്രീകളൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ. ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവർ വരെ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് ഞരമ്പ് രോഗികളുടെ കമൻറ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹണി റോസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണം എന്താണ് എന്നുള്ളത് ഏകദേശമൊക്കെ നമ്മൾ മലയാളികൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ്. അവരതിനെതിരെ പ്രതികരിച്ചു എന്ന് പറയുന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് കാണരുത്. അതിനെ അഭിനന്ദിക്കുക, അതിനെ 100% ആത്മാർത്ഥമായി സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു മാധ്യമം സ്വീകരിക്കേണ്ട നിലപാട്. ഞെട്ടലുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത്, എടോ ഇത് ഞെട്ടലല്ല, ഇറ്റ്സ് ഹാപ്പനിങ്. വി ഷുഡ് അക്സെപ്റ്റ് ദ ഫാക്ട് ആൻഡ് അതിനെതിരെ പ്രതികരിക്കാൻ നിയമം എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം സ്വാതന്ത്ര്യവും അഭിമാന സംരക്ഷണവും നൽകുന്നു എന്നുള്ളത് പൊതുജനത്തിനെ അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് വളരെ സ്വീകാര്യമായ ഒരു നിലപാടാണ് ഹണി റോസിൽ നിന്നുണ്ടായത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഞെട്ടാനല്ലേ അറിയുള്ളൂ. എനിവേ, ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പോകാതിരുന്നുകൊണ്ട് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും, അതായത് നമ്മൾ ലോക്കൽ ഭാഷയിൽ എന്ത് വൃത്തിയേടാണ് ഇയാൾ ഈ പറയുന്നത് എന്ന് പറയുന്ന പോലെ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് നല്ല രസമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. സ്വാതന്ത്ര്യം എന്ന് എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്തോ പറയുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നതെന്ന് പറയുന്നതിന് വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഹണി റോസ് അവർ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നു. അവരുടെ വസ്ത്രധാരണ രീതി ശരിയാണോ എന്ന് ചോദിച്ചു. അതായത് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഘോരഘോരം പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ ആളുകൾ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതേ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി, അതുപോലെ ഈ അടുത്തായിട്ട് ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിനേത്രിമാരുടെ വസ്ത്രധാരണ ശൈലി ഇത് ശരിയാണോ, ഇത് ആണുങ്ങളുടെ നോട്ടത്തിന് അല്ലെങ്കിൽ ആ മെയിൽ ഗെയ്സിന് അവരെ തന്നെ പാത്രമാക്കുന്ന രീതിയിലല്ലേ, അത് ഭയങ്കര മോശമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ ഇത് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുന്ന പോലത്തെ ആ സ്കെയിൽ. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹം സ്ത്രീകളെ നോക്കിക്കാണുന്ന രീതിയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അവർ മനുഷ്യരായിട്ട് തന്നെ, അതായത് പുരുഷൻ്റെ സ്വത്ത്, അച്ഛൻ്റെ സ്വത്ത് അച്ഛൻ വേറൊരു പുരുഷന് കൊടുക്കുന്നു, ഒരു ഭാര്യയായി കൊടുക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം പോലെയൊക്കെ ഡീൽ ചെയ്തിരുന്നിടത്ത് നിന്ന് മനുഷ്യനാണ്, അവർക്ക് സക്സസ് ആവാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹം സ്ത്രീകളെ നോക്കിക്കാണുന്നതിലൊരു ചേഞ്ച് വന്നിട്ട് വലിയൊരു കാലഘട്ടത്തിന് നമ്മൾ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ അവിടെ കിടപ്പുണ്ട്. പക്ഷേ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തു എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിലല്ലേ ഇത്തരം വസ്ത്രധാരണ രീതി എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ വാലിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ മെയിൽ ഗേസ് അതുപോലത്തെ ഇഷ്യൂസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം.
നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതായത് ഒരു കൂട്ടം ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങൾ സർവൈവ് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടിനെ നിങ്ങളവിടെ സെല്ല് ചെയ്തേ പറ്റൂ, വിറ്റേ പറ്റൂ. നിങ്ങളൊരു അക്കൗണ്ടൻ്റാണ് എന്ന് വിചാരിക്കൂ. നിങ്ങളവിടെ സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ സമയത്തിനെ, നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങളുടെ ഇൻ്റലിജൻസിനെയാണ്. ഈ 3 കാര്യങ്ങളെ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. ആ ശമ്പളം ഉപയോഗിച്ച് ഇതേ സമൂഹത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പച്ചക്കറിയും, ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു. നിങ്ങളിവിടെ ജീവിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ഒരു ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ പാർക്കിൽ പോയി ഐസ്ക്രീം കഴിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ സൊസൈറ്റിയുടെ ഭാഗമായി ജീവിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. നിങ്ങളൊരു ഡാൻസറാണ് എങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെയും നിങ്ങളുടെ ശരീര വടിവിനെയും വീണ്ടും നിങ്ങളുടെ സമയത്തെയും പിന്നെ ആളുകൾക്ക് എന്താണ് ഇഷ്ടം, അതെങ്ങനെ ഡെലിവർ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഇൻ്റലിജൻസിനെയും നിങ്ങൾ സെല്ല് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ, ഞാനായിട്ട് പൈസ ഒന്നും ചിലവാക്കുന്നില്ലല്ലോ, അപ്പം ഞാൻ എന്തെങ്കിലും സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? അവിടെ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ ചിലവ് നോക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങളൊരു മകനോ മകളോ ആയിരിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത്? അവർക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ട്. അവർ സ്നേഹിക്കപ്പെടുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന പല രീതിയിൽ കേട്ടോ, പലരുടെയും ചിന്താഗതിക്ക് അനുസരിച്ച് പല രീതിയിൽ നിങ്ങളവിടെ സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ തന്നെയാണ്, നിങ്ങളുടെ സ്നേഹത്തിനെയാണ്. അങ്ങനെ നിങ്ങൾ ആ സമൂഹത്തിൻ്റെ ഭാഗമാവുന്നു. ഇനി ഒളിച്ചിരുന്ന് ആരോടും മിണ്ടുകയും പറയുകയോ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ ഉടായ്പിനും നിങ്ങൾ സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെല്ല് ചെയ്തിട്ടാണ് നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാടിൻ്റെ നടുക്ക് പോയി ഒരു ടെൻ്റ് അടിച്ച് അവിടെ ജീവിക്കണം, അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമല്ലോ അവിടെ പോയി ജീവിക്കാനുള്ള. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് നേരെ സിനിമാ താരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, സിനിമാ താരങ്ങളെ സംബന്ധിച്ച് അവരവിടെ സെല്ല് ചെയ്യുന്നത് അവരുടെ അഭിനയിക്കാനുള്ള ടാലൻറ്റിനെയും അവരുടെ സൗന്ദര്യത്തിനെയുമാണ്. ഇവിടെ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിൽ നമ്മളിപ്പോഴും ആരാധനയോടെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അയ്യോ അവർ അന്ന് എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലേ? അന്നത്തെ അവരെ ആളുകൾ കൺസ്യൂം ചെയ്തിരുന്നത് ആ സൗന്ദര്യത്തിൻ്റെ പേരിലാണ്. ഇതേ സൗന്ദര്യം തന്നെയാണ് ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് വിളിക്കപ്പെടുമ്പോഴും ആളുകളിൽ നിന്ന്. ഇപ്പം ഒരു സൂപ്പർ സ്റ്റാറിനെ നമ്മൾ വിളിക്കുമ്പോൾ അയാളുടെ ആരാധകരൊക്കെ വരുന്നു. ഇയാൾ വരുന്നതും പോകുന്നതും ഒക്കെ ചിത്രീകരിച്ച് ഇതിൻ്റെ റീൽസും മറ്റ് വീഡിയോ കോണ്ടൻറ്റും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. അയാളോട് സ്നേഹമുള്ള ആളുകൾ അത് കാണുന്നു. അത് കാണുമ്പോൾ അയാൾ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കാണുന്നത് അയാൾ ആ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ബ്രാൻഡാണ്. അങ്ങനെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടുന്നു. ഇതാണ് ഇനോഗ്രേഷൻ പരിപാടിയിൽ മെയിനായിട്ട് നടക്കുക. ഒരു സൂപ്പർ താരം വരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. ഇനി സൂപ്പർ താരമല്ലാത്ത ഒരാൾ വരുമ്പോഴും ഇതേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ചെയ്യപ്പെടണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു സിനിമാ താരമായിരിക്കണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിരിക്കണം. അവിടേക്ക് നമ്മൾ ഈ അഭിനേത്രിമാരെ, ഹണി റോസ് അടക്കമുള്ള അഭിനേത്രിമാരെ എടുത്തു വെക്കുമ്പോൾ അവർക്ക് അവിടെ സെല്ല് ചെയ്യാനുള്ളത് അവരുടെ സൗന്ദര്യമാണ്. കാരണം ഒരു സ്റ്റേജിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, കത്രി വെച്ച് മുറിക്കുന്നു, എല്ലാവരെയും നോക്കി കൈവീശി കാണിക്കുന്നു, ഒരു പാട്ടിട്ടിട്ട് 2 സ്റ്റെപ്പ് കളിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇവിടെയൊക്കെ അവർക്ക് പോർട്രേ ചെയ്യാൻ പറ്റുന്നത് അവരുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അവരവിടെ നിർവഹിക്കുന്നത്. അവരവിടെ സെല്ല് ചെയ്യുന്നത് അവരുടെ സൗന്ദര്യത്തിനെയാണ്. ആ സൗന്ദര്യത്തെ കാണാനാണ് അവിടെ ആളുകൾ കൂടുന്നത്. ആ സൗന്ദര്യമാണ് ഈ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അത് കേറ്റർ ചെയ്യുന്ന ഓഡിയൻസിനെ കുറിച്ച് നമുക്ക് പറയാം, അതിലേക്ക് വരുന്നുണ്ട്. അടുത്തൊരു കാര്യം കൂടി പറയാണ്. ഇത് ചിലപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഗുരുക്കന്മാർക്കൊക്കെ തോന്നി എന്നൊക്കെ ഇരിക്കും. എങ്കിൽ പോലും നമ്മളൊരു ഹോട്ടൽ കാണുന്നു, നമ്മളിങ്ങനെ റോഡിൽ കൂടി ട്രാവൽ ചെയ്ത് പോകുന്നു, ആ സമയത്തൊരു ഹോട്ടൽ കാണുന്നു. ആ ഹോട്ടൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും? ഹോട്ടലിന് വെറുതെ എഴുതി വെക്കുന്നതുകൊണ്ട് മാത്രം നമ്മളത് ശ്രദ്ധിക്കില്ല. അവിടെ ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവർ ലൈറ്റൊക്കെ വെച്ച് ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത് അവിടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ച്, അതായത് അലങ്കരിച്ച് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുന്നതിൻ്റെ രസം കൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരോട് ഇത് പറയും. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് വരും. നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നു എന്ന് വരും. ചില ആളുകൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചു എന്ന് വരും. അങ്ങനെ അലങ്കരിക്കപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കാനാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ആ അലങ്കരിച്ച സ്ഥലത്തേക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അവർ തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ കയറി ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം ആ ആംബിയൻസിനെ കണ്ട് എൻജോയ് ചെയ്യുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അലങ്കാരമൊക്കെ കൊള്ളാലോ, നല്ല ലൈറ്റാണല്ലോ, ഇതിലൊരെണ്ണം പറിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാം എന്ന് കരുതി അത് പിച്ചി പറിച്ചെടുക്കാൻ അവർ സമ്മതിക്കില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല, അലങ്കാരം നിങ്ങളുടെ അവകാശമല്ല. അല്ലെങ്കിൽ അവിടെ നല്ല ഡെസ്കും ബെഞ്ചും ഒക്കെ ഉണ്ട്, ആ ഡെസ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ആണി അടിച്ച് വെക്കാം എന്ന് കരുതി അതിനെ വേദനിപ്പിക്കുന്നൊരു കാര്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് ആ അലങ്കാരം ആസ്വദിക്കാം, അത് നിങ്ങളുടെ അവകാശമല്ല. ഇനി നമുക്ക്
അഭിനേത്രിമാർ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴുള്ള അവരുടെ വേഷവിധാനത്തെ സംശയിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരാം. ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ എങ്ങനെ കേറ്റർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇന്നും വളരെ വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ പുരുഷൻ എന്താ അവകാശമില്ലേ എന്നിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് അവകാശമേ ഇല്ല, അല്ലെങ്കിൽ അവരൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യജീവിയായി പരിഗണിച്ചിട്ടില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജെൻഡറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടാവും, ഇല്ല എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല. എന്ന് കരുതി നമുക്ക് ആ സ്വാതന്ത്ര്യത്തിനെ, നമുക്ക് ആ അവകാശങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ ഹനിക്കപ്പെടുന്ന പുരുഷൻ്റെ അവകാശം എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന, ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ. സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ആ സിമ്പിൾ സൊല്യൂഷനിലേക്ക് വരാൻ വേണ്ടി കുറേ കാലങ്ങൾ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത ഒരു സമൂഹത്തിനുണ്ടാവുന്ന സ്ട്രഗിളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ സിനിമകൾ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ പോർട്രേ ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ മാത്രം കണ്ണിലുടക്കി നിൽക്കത്തക്ക രീതിയിൽ കുടുംബത്തിനകത്ത് ജീവിക്കുകയും അവിടുത്തെ ഒരു വർക്കിംഗ് മെഷീനായി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന, കുറച്ച് ഭക്തിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു മേഖലയിലേക്കും പോകാതിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു നല്ല സ്ത്രീ. അങ്ങനെ അല്ലാത്ത ഏതൊരു സ്ത്രീയും വിൽപ്പനയ്ക്ക് വെച്ചതാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. സിനിമ നടിമാരെ കുറിച്ച് പലരും, ഒരുപാട് സീനിയർ ആയിട്ടുള്ള എത്രയോ അഭിനേത്രിമാർ പറഞ്ഞിരിക്കുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാർ വരെ വിചാരിച്ചിരിക്കുന്നത് മകൾ കൈവിട്ടു പോയി എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരം ഒരുപാട് ദുർഘടമായ കാര്യങ്ങളെ കടന്നാണ് നമ്മൾ ഇന്നീ കാണുന്ന സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു സമൂഹമായി നമ്മൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്, അവരതിനെ എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും ഒരു വര വരച്ച് അളക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ട്രെയിൻഡ് ആയിരിക്കുന്ന രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന, കൂടുതൽ ആനന്ദമോ ഉത്തേജനമോ കണ്ടെത്തുന്ന പുരുഷനെ നമുക്കൊരു വലിയ കുറ്റമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരു രീതിയാണത്. പിന്നെ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പരിണാമപരമായ ഒരു ആവശ്യം കൂടിയാണ്. ഹണി റോസ് അടക്കമുള്ള ആളുകൾ ഉദ്ഘാടന വേദികളിലേക്ക് വരുമ്പോൾ അവർ വസ്ത്രം ധരിക്കുന്ന രീതി അവരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് കാണുമ്പോൾ അതിനോട് അട്രാക്ഷൻ തോന്നുന്ന ആളുകളുമുണ്ട്. അവരുടെ സൗന്ദര്യത്തിന് എന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ശരീര സൗന്ദര്യത്തിനെ ആളുകൾക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെ ഏത് രീതിയിലും കൺസ്യൂം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് എവിടെ വരെയാണ് എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞ കടയുണ്ടല്ലോ, അവിടെ വെച്ചിരിക്കുന്ന അലങ്കാരങ്ങൾ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ കണ്ടാസ്വദിച്ചോളൂ. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നുമ്പോൾ പറയാം. പക്ഷേ ആ അലങ്കാരത്തിന് നിങ്ങൾ എപ്പോഴാണോ വേദനിപ്പിച്ച് തുടങ്ങുന്നത് അപ്പം മുതൽ അത് റോങ് ആണ്. കാരണം ആ അലങ്കാരം നിങ്ങളുടെ അവകാശമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം എവിടെ വരെയാണ് എന്ന് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഉദ്ഘാടന പരിപാടികൾക്ക് വരുന്ന അഭിനേത്രിമാരുടെ, ഈവൻ അഭിനേതാക്കളുടെയൊക്കെ അവരുടെ സൗന്ദര്യത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാം. ടൊവിനോ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കൈയടിക്കാം, പ്രോത്സാഹിപ്പിക്കാം, പറ്റുമെങ്കിൽ കൂടെ വന്നൊരു സെൽഫി എടുക്കാനുള്ള ശ്രമമൊക്കെ ആവാം. പക്ഷേ ടൊവിനോനെ അടുത്ത് കിട്ടുമ്പോൾ അയാളെ നുള്ളിയിട്ട് ഓടുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല. ഈ കടയുടെ ഉദാഹരണത്തിൽ നമ്മൾ മനുഷ്യനിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രശ്നം, അവിടെ ശാരീരികമായ ഒരു ഉപദ്രവമുണ്ട്, മാനസികമായ ഒരു ഉപദ്രവമുണ്ട്. അയാൾ അലങ്കാരമായി വെച്ചിരിക്കുന്നതിനെ നിങ്ങൾക്ക് ആസ്വദിക്കാം, അഭിപ്രായവും പറയാം. പക്ഷേ അയാളുടെ ഫിസിക്കൽ ഫോമിനെയോ അയാളുടെ മാനസികാവസ്ഥയോ ബാധിക്കുന്ന രീതിയിൽ, അതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ അക്സെപ്റ്റഡ് അല്ല. ഞാൻ ഹണി റോസിൻ്റെ ഈ പോസ്റ്റിന് താഴെയും ഒക്കെ കുറേ കമൻസ് ഒക്കെ വായിച്ച് നോക്കി പോയപ്പോഴും കാണിക്കാം, പക്ഷെ ഒന്നും പറയാൻ പാടില്ലല്ലേ എന്ന്. കാണിക്കാം, എന്തിനാ കാണിക്കുന്നത്? കാണാനല്ലേ. കണ്ടിട്ട് നിങ്ങൾക്ക് പലതും തോന്നുമായിരിക്കും, പല ചിന്തകളും വരുമായിരിക്കും, പല രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അയാളുടെ ഫിസിക്കൽ ഫോമിനെയോ മെൻ്റൽ ഫോമിനെയോ ഡിസ്റ്റർബ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. അലങ്കാരം നിങ്ങളുടെ അവകാശമല്ല, നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. മിസ്റ്റർ ഒളിമ്പ്യ ആവുന്ന ഒരാൾ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ മിസ്റ്റർ ഒളിമ്പ്യ ആ മത്സരത്തിൽ അയാൾ ഇട്ട ആ സിംഗിൾ പീസ് ഡ്രസ്സ് ഇട്ട് വന്ന് നിന്ന് അയാൾക്ക് മസിൽ മുഴുവൻ കാണിച്ചിട്ട് പോകാം. വേണമെങ്കിൽ അയാളുടെ ടീഷർട്ട് മാത്രം അഴിച്ചിട്ടും അയാൾക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് പോകാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ശരീരമാണ്. അയാൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് അയാൾ സെല്ല് ചെയ്യുന്ന അയാളുടെ കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന അയാളുടെ ശരീരം എന്ന് പറയുന്നത്. അതെങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നിൽക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അയാളുടെ ആ ഫിസിക്കൽ ഫോമിനെയോ അതിനുള്ളിലിരിക്കുന്ന അയാളുടെ മെൻ്റൽ ഫോമിനെയോ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഉപദ്രവം എന്താണ് എന്നുള്ളത് അവരാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹണി റോസിൻ്റെ തന്നെ കാര്യം എടുക്കാം. അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ, അവരുടെ ശരീര സൗന്ദര്യം കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് പ്രണയം തോന്നുമായിരിക്കും, ഒരു
ഇഷ്ടം തോന്നുമായിരിക്കും, ഒരു അട്രാക്ഷൻ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവരോട് ഐ ലവ് യു പറഞ്ഞ് കമൻ്റ് ഇടാം. അവിടെ ആരും അത് ചോദിക്കാൻ വരുന്നില്ല. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു തെറ്റായി മാറുകയുമില്ല. പക്ഷേ അവരുടെ ശരീരത്തെ കുറിക്കുന്ന, അവരുടെ അഭിമാനത്തെ കുറിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ പാടില്ല. അത് അവർക്ക് ഈ ഇന്ത്യ മഹാരാജ്യം കൊടുക്കുന്ന അവകാശമാണ്. ഹണി റോസിന് അവർ സ്വയം സുന്ദരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അവർ ആ വസ്ത്രം ധരിക്കും. അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അവർ ഇഷ്ടമുള്ളതുപോലെ ഉദ്ഘാടനം ചെയ്യും. പക്ഷേ അങ്ങനെ അവർ യാത്ര ചെയ്യുന്നത്, അവർ ഉദ്ഘാടനം ചെയ്യുന്നത്, അവരോടൊപ്പം ഇരിക്കുന്ന ഒരാൾ ഒരു വട്ടമൊക്കെ പറയുന്ന കാര്യത്തിനെ ക്ഷമിക്കണോ വേണ്ടിയോ, അല്ലെങ്കിൽ 1-2 വട്ടമൊക്കെ പറയുന്ന കാര്യങ്ങളെ അതിനെ പുച്ഛിച്ചു വിടണോ അതോ ക്ഷമിച്ചു വിടണോ എന്നുള്ളത് അവിടെയും അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനൊരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അതിനെ ഒരു പരാതിയായി തന്നെ പരിഗണിക്കുകയും നിയമപരമായ നടപടികൾ ഉണ്ടാവുകയും വേണം. അങ്ങനെ ഇവിടെയുള്ള ശിക്ഷാ നിയമത്തിനെക്കുറിച്ച് ആളുകൾക്ക് അവബോധം ഉണ്ടാവുന്ന തരത്തിൽ ഒരു വലിയ വിഷയമായി ഇത് മാറത്തക്ക രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നൊരു പരാതി ഉണ്ടായതിനെ തീർച്ചയായും അഭിനന്ദിക്കുകയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സ് കാരണം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരം മുന്നേറ്റങ്ങൾ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഹണി റോസ് അടക്കമുള്ള ആളുകളോട് പറയാനുള്ളൊരു കുഞ്ഞു കാര്യം പരിഗണിക്കണേ എന്നുള്ള ഒരു അപേക്ഷയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാവുന്നതാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഒരാൾ 60 വയസ്സുള്ള ആളാണ് എന്നാണ് ന്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 60 വയസ്സുള്ള ഒരാൾക്ക് തൻ്റെ മകളുടെ പ്രായമുള്ള ഒരാളോട് ഇത്രയും മോശമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന തോന്നലുണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഈ തോന്നലുകളൊക്കെ ഉള്ളിലുണ്ടാവും. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരോട് എത്രയും മോശമായ ഭാഷയിൽ സംസാരിക്കാം, അതിനുള്ള ലൈസൻസ് എനിക്കുണ്ട് എന്നുള്ള തോന്നൽ എവിടെ നിന്നാണെന്ന് വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതായിരിക്കും. ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് എന്ത് കമൻറ്റും പറയാം, ഒരു കുഴപ്പമില്ല ഇവിടെ എന്ന് പറയുന്നൊരു തോന്നൽ അവരിലുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സിനിമകളും അവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. 40-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരാൾ എഴുതിയ അശ്ലീല ചുവയുള്ള കമൻറ്റ് അതേ പ്രായത്തിലോ അതിനു മുകളിലോ നിൽക്കുന്ന ഒരു സൂപ്പർ താരം പറയുകയും ആ കമൻറ്റ് കേൾക്കാൻ പാകത്തിന് ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാപാത്രത്തിന് അത്തരം കമൻറ്റുകൾ കേട്ടതിന് ശേഷവും ചിരിച്ചുകൊണ്ട് അയാൾക്കൊപ്പം ഇരിക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ പ്രകടനങ്ങളും കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച്, കാരണം ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡബിൾ മീനിങ് കമൻറ്റ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു സൂപ്പർ താരം പറയുകയും ആ സ്ത്രീ പോലും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമായി ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യും. ഹണി റോസ് ഭാഗമായിട്ടുള്ള സിനിമകളിൽ പലതിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ശരീരത്തെ കുറിക്കുന്ന ഡബിൾ മീനിങ് ഉള്ള ഡയലോഗുകൾ സൂപ്പർ താരങ്ങളടക്കം പറയുന്നത്. അത്തരം മോശം കമൻറ്റുകൾ ഒരു സിനിമയിൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന, അത് കേട്ടതിന് ശേഷവും പ്രതികരിക്കാതിരിക്കുന്ന ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ പോർട്രേ ചെയ്യേണ്ടതുണ്ടോ എന്ന് അഭിനേത്രിമാർ കൂടി ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ ഈ അടുത്ത കാലത്തൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കലാരൂപം ഉണ്ടായിട്ടില്ല. എപ്പോഴും എല്ലാത്തിനും പ്രതികരിക്കുന്ന കഥാപാത്രങ്ങളായിരിക്കണം സിനിമയിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതൊരു നായക കഥാപാത്രം തന്നെ പറയുകയും അയാൾക്ക് അതിലൊരു കുറ്റബോധവും തോന്നാതിരിക്കുകയും അങ്ങനൊരു രംഗം എൻജോയബിളായ ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് രംഗമാണ് എന്നുള്ള ആ ഒരു അവതരണ രീതിയിൽ താൻ കൂടി ഭാഗമാകേണ്ടതുണ്ടോ എന്ന് എല്ലാ അഭിനേതാക്കളും ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. 100% ഹണി റോസിൻ്റെ ഈ തീരുമാനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിയമ നടപടികൾ മുന്നോട്ട് പോട്ടെ. ഇവിടെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടാവും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇനി തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ചെറിയ ഭയം, എനിക്കെന്തും എവിടെയും പറയാം എന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.